ബിഗ് ബോസിലെ ഇന്നത്തെ നോമിനേഷൻ ഭയങ്കര വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അയ്യോ, ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നോ അവിടെ നിന്ന് വേണം നോമിനേഷൻ ചെയ്യാൻ. ബിഗ് ബോസ് ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ അവരെവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് വേണം നോമിനേഷൻ ചെയ്യാനെന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ബിഗ് ബോസ് നൂറെ വിളിക്കുന്നു. അപ്പം നൂറ പറയുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പം ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യണമെന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നൂറ അത് കേൾക്കുന്നില്ല. കേൾക്കാതെ നൂറ എഴുന്നേറ്റ് പോയിട്ട് ബാത്റൂം ഏരിയയിൽ പോയി നൂറ ആരെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ തുടങ്ങി. നൂറ അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ബാത്റൂം ഏരിയയിൽ നിന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു, നൂറ ഇത് പറ്റില്ല, എവിടെ നിന്നോ അവിടെ നിന്ന് പോയി നോമിനേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നൂറ തിരിച്ചു വരികയാണ്. നൂറ വീണ്ടും നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം നൂറയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം ആദില പറയുന്നത്, നീ എന്നെ നോക്കി നോമിനേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ആദിലെ നോക്കി നൂറ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തപ്പം ബിഗ് ബോസ് പറഞ്ഞു, നൂറ ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യമാണ് നൂറ ഇന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. ആദ്യം 2 പ്രാവശ്യത്തെയും നോമിനേഷൻ ബിഗ് ബോസ് എടുത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും നൂറ ആദ്യം മുതൽ പറയാൻ തുടങ്ങി. നൂറ വീണ്ടും പറയാൻ തുടങ്ങി, എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അക്ബറാണ്. അക്ബർ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഗെയിം കളിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയോ ഇല്ലയോ എന്ന് നോക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ കളിക്കുന്നു. ഭയങ്കര സെൽഫിഷായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് വെച്ച് കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഭയങ്കര പരിഹാസം കളിയാക്കലൊക്കെയാണ് അക്ബറിൻ്റെ ഗെയിം. സോ ഫസ്റ്റ് അക്ബർ, രണ്ടാമത് ആര്യൻ. നൂറ പറയുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് അക്ബറും ആര്യനും നിവിനും കൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റിന് വേണ്ടി ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.